ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അണ്ണാ, ഇത് ചെങ്കൽമത് പറഞ്ഞിട്ട ആളാ. എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോട് മാത്രം. എന്താ കാര്യം? ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ തനിക്ക് മനസ്സിലായോ? എനിക്കറിയില്ല. ഇവിടെ വന്ന് അഭ്യാസം ഇറക്കാൻ ശ്രമിക്കരുത്. നീ ടിപ്പർ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച എന്റെ സഹോദരനെ ഇത്. അപ്പൊ നീ ചെങ്കൽമത് പറഞ്ഞു വിട്ടിട്ട് വന്നതല്ലേ? അല്ല, നിന്നെ അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. എന്റെ സഹോദരനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ മരിച്ചത് ആരാന്നുള്ളത് തനിക്കറിയാലോ. മധുവിന്റെ സഹോദരിയാ. ആ കുറ്റത്തിന് എന്റെ സഹോദരൻ ഇപ്പൊ മധുവിന്റെ തടങ്കലില്ല. നിങ്ങൾ അവിടെ വന്ന് അയാളോട് സംഭവിച്ച എന്താന്ന് തുറന്ന് പറയണം. എങ്കിൽ മാത്രമേ എന്റെ സഹോദരനെ അയാൾ വിട്ടയക്കൂ. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. നിന്റെ സഹോദരനെ രക്ഷിക്കാൻ ഞാൻ അവന്റെ മുമ്പിൽ കൊണ്ട് തല വെച്ച് കൊടുക്കണം അല്ലേ? നടന്ന തന്നെ. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ പറയല്ലേ. നിങ്ങൾ വന്ന് സംഭവിച്ച എന്താന്ന് അയാളോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിരപരാധിയായ ഒരു പാവം കൊല്ലപ്പെടും. ഒരു കുടുംബം ഇല്ലാതാവും. പ്ലീസ്, ദയവ് ചെയ്ത് എന്റെ അനൂപേണ്ണെ രക്ഷിക്കാൻ സഹായിക്കണം. ഇത് സ്ഥലം വേറെയാ. ഒരു പെണ്ണായതുകൊണ്ട് ഇപ്പൊ നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഓക്കോ, നിങ്ങൾ വിചാരിച്ചാലേ എന്റെ സഹോദരനെ രക്ഷിക്കാൻ കഴിയൂ. ഉപേക്ഷ വിചാരിക്കരുത്. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. എന്നിട്ട് ഞാൻ വന്ന് അവന്റെ അടുത്ത് സത്യം എല്ലാം തുറന്ന് പറയണോ? എന്നിട്ട് കിട്ടുന്ന പണി ഞാൻ വാങ്ങണോ അല്ലേ? അതല്ലേ വേണ്ടത്. നടന്നതിന്റെ എല്ലാം CCTV വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വന്ന് അയാളോട് തുറന്നു പറഞ്ഞാൽ അയാളത് വിശ്വസിച്ചോളും. എനിക്ക് എന്റെ സഹോദരനെ തിരിച്ചും കിട്ടും. മതി, നിർത്തിക്കോ. മേലിൽ ഇതും പറഞ്ഞ് ഈ വഴി വരരുത്. വന്നാ ജീവനോടെ പിന്നെ തിരിച്ചു പോവില്ല. അവളെ എനിക്കിട്ട് പണിയാൻ വന്നേക്കുന്നു. ഈ ടിപ്പർ ഗണേഷേ ഇത് കുറെ കണ്ടിട്ടുള്ളതാ. നീ പോവാൻ നോക്ക്. എടോ 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 എഴുന്നേക്കടോ. എന്താ എന്തു പറ്റി? ആരേത്? സച്ചേട്ടാ, ഇതാ ടിപ്പർ ഗണേഷ്. ഇയാളുടെ ബോധം പോയി. സച്ചേട്ടാ, ഇയാളെ എങ്ങനെയെങ്കിലും നമുക്ക് കൊണ്ടുപോയേ പറ്റൂ. ഇവന്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ എന്റെ പിന്നാലെ ഉണ്ട്. ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമുക്ക് കൊണ്ടുപോകണം.